السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله النبي الكريم، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയ സത്യവിശ്വാസി സഹോദരങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ അവന്റെ ഉന്നതമായ കരുണാകടാക്ഷം കൊണ്ട് ഫിർദൗസുൽ അഅല എന്ന സ്വർഗരാജ്യത്തിൽ നമ്മെവരെയും ഒന്നിപ്പിക്കുമാറാകട്ടെ. പ്രവാചകന്മാർ, സലഫുസ് സാലിഹുകൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ദഅവത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, നമ്മുടെ എല്ലാ നന്മകൾക്കും കാരണക്കാരായ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കന്മാർ, എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല സലഫുസ് സ്വാലിഹുകൾക്കൊപ്പം സ്വർഗരാജ്യത്തിൽ മഹത്തായ ദറജാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ സംഭവിച്ച എല്ലാ അബദ്ധങ്ങളും അല്ലാഹു അവന്റെ ഫള് കൊണ്ട് പുറത്ത് മാപ്പ് നൽകി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു പ്രവിശാലമായ സമുദ്രത്തിന്റെ തീരത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. കൃത്യമായ നീന്തലോ അല്ലെങ്കിൽ സമുദ്രവുമായി ബന്ധപ്പെട്ട അടവുകളോ ഒന്നും പരിചയമില്ലാത്ത ഒരു വ്യക്തി ഈ സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറയേണ്ടതില്ല. നമ്മുടെ സമയത്തിന് പരിമിതികൾ ഉള്ളതുപോലെ തന്നെ വിഷയത്തിന്റെ പരിമിതികളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടുക എന്നുള്ളത് ഈ ലോകം ഉണ്ടായ അതിന്റെ 1-ാം തീയതി മുതൽ തന്നെ ലോകത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിക ചരിത്രം വളരെ വ്യക്തമായ സാക്ഷ്യം നൽകുന്നു ഈ വിഷയത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്ത് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടത് പ്രവാചകന്മാരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അതുപോലെയുള്ളവർ, അതുപോലെ ഈമാനും വിശ്വാസവും ഉള്ള ആളുകൾ, ഇങ്ങനെ ഉന്നതന്മാർ, മഹോന്നതന്മാർ, പൂർവസൂരികളായ സലഫുസ് സാലിഹുകൾ എല്ലാവരും അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ചരിത്രത്തിൽ ഏറെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പരീക്ഷണം എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വ്യക്തമായി അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണം വിശ്വാസികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. വിശ്വാസി അവന്റെ വിശ്വാസത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടും. അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസിയായ ഒരു മനുഷ്യൻ ഒരു ഖബറിന്റെ അടുത്തുകൂടി പോയാൽ അവൻ അറിയാതെ തന്നെ പറഞ്ഞു പോകും, ഈ ഖബറിൽ അടങ്ങിയിരിക്കുന്നത് അത് ഞാനായിരുന്നുവെങ്കിൽ, ഇതെന്റെ ഖബറായിരുന്നുവെങ്കിൽ, ഞാനങ്ങ് മരിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെ എന്നുപോലും ഒരു വിശ്വാസി
പറയുമെന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമ വിശ്വാസത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവരുടെ വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ, ഞാനങ്ങ് മരിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ഒന്നുമല്ലാതെ ആയി തീർന്നുവെങ്കിൽ, ഞാനങ്ങ് വിസ്മരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ. അപ്പോൾ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദർജകൾ, അവരുടെ സ്ഥാനമാനങ്ങൾ അള്ളാഹുവിന്റെ സവിധത്തിൽ ഉയരുന്നതിന് ഈ പരീക്ഷണങ്ങൾ കാരണമാകുന്നു. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. എല്ലാ നിലയിലും വിശ്വാസികളെ നാം പരീക്ഷിക്കും. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കുന്നത്, അതിനെ അതിജയിക്കാൻ സാധിക്കുന്നത്, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടുന്ന കൃത്യമായ ഒരു മാനദണ്ഡമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്കാണ് മടക്കവും. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെ ആ മാർഗത്തിലൂടെ ചലിക്കുന്നവർക്കാണ് വിജയം എന്ന് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഈ വിഷയത്തിൽ നമുക്ക് കൃത്യമായി വഴികാട്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ തന്റെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ ഏറെ പരീക്ഷിക്കപ്പെട്ട സഹാബിയാണ് അമീർ അൽ മുഅ്മിനീൻ മൂന്നാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ കഥകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ചരിത്രവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ചില ധാരണകൾ നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വ്യാപകമായി ഒരുപാട് അപവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അപവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്ന ചരിത്ര ഗ്രന്ഥങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ് ഇതിന്റെ നിജസ്ഥിതി, ഈ ചരിത്രം ഉദ്ധരിക്കുന്ന വ്യക്തികൾ ആരാണ്, എന്താണ് ഇവരുടെ പിന്നാമ്പുറങ്ങൾ, അതുപോലെ തന്നെ ഈ ആരോപണങ്ങൾക്ക് ഖലീഫ തന്നെ നൽകിയിട്ടുള്ള മറുപടി, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ വിശ്വാസി സമൂഹങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാമാണ്, അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തെല്ലാമായിരുന്നു, അതിലുപരിയായി ഇത്തരം ചരിത്ര സ്ഖലിതങ്ങളെയും ഇത്തരം സംഭവങ്ങളെയും നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് കണ്ടിരുന്നത്, എങ്ങനെയാണ് അവർ വീക്ഷിച്ചിരുന്നത്, ഇത്തരം ചില കാര്യങ്ങൾ, ചില പോയിന്റുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ഫിത്നയുടെ വക്താക്കളായി ചിത്രീകരിച്ച ചില ആളുകൾ, അവർ ഫിത്നയുടെ ആളുകളാണ്. വിശ്വാസികളെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ പരീക്ഷിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകളാണ് എന്ന് പരിചയപ്പെടുത്തിയ ചില ആളുകൾ. എങ്ങനെയാണ് അവർ വിശ്വാസികൾക്കിടയിൽ ഫിത്നയുമായി കടന്നു വന്നത്, എന്തായിരുന്നു അവരുടെ സ്വഭാവം? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആല ഇംറാനിലെ 7-ാമത്തെ വചനം വളരെ വ്യക്തമായി പറയുന്നു, فَأَمَّا الَّذِينَ فِي قُلُوبِهِمْ زَيْغٌ فَيَتَّبِعُونَ مَا تَشَابَهَ مِنْهُ ابْتِغَاءَ الْفِتْنَةِ وَابْتِغَاءَ تَأْوِيلِهِ. വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ശേഷമാണ് ഈ വിഷയം പറയുന്നത്.
ഫഅമ്മല്ലദീന, ഒരു വിഭാഗം ആളുകൾ, ഫീ ഖുലൂബിഹിം സൈഗുൻ, അവരുടെ ഹൃദയങ്ങളിൽ വക്രതയുണ്ട്. അങ്ങനെയുള്ളവർ ഫയത്തബിഊന, അവർ പിന്നാലെ കൂടുന്നു. മാ തശാബഹ മിൻഹു, അവർക്ക് പരസ്പര സാദൃശ്യമായ വചനങ്ങളുടെ പിന്നാലെ അവർ കൂടുന്നു. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ പരസ്പര സാദൃശ്യമുള്ള ആയത്തുകളുടെ പിന്നാലെ അവർ കൂടാൻ കാരണം? വബ്തിഗാഅൽ ഫിത്നതി, ഇബ്തിഗാഅൽ ഫിത്ന, ഫിത്നയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, വിശ്വാസികൾക്കിടയിൽ കലാപം സൃഷ്ടിക്കണം എന്ന ലക്ഷ്യത്തിലാണ് മുതശാബിഹായ ആയത്തുകളുടെ പിന്നാലെ ചില ആളുകൾ കൂടുന്നത്. അതുപോലെ തന്നെ വബ്തിഗാഅ തഅ്വീലിഹി, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യണം എന്ന ലക്ഷ്യത്തോടും കൂടി. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ മുതശാബിഹായ ആയത്തുകളുടെ പിന്നാലെ കൂടുന്ന ആളുകൾ അവർ ഫിത്നക്കാരാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നമുക്കറിയാം, മുസ്ലിം സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉയർന്നു വന്ന ഖവാരിജുകളും അദിരിയാക്കളും, ഖദറിന്റെ പേരിൽ തർക്കിച്ചു കൊണ്ടുവന്നവർ, അതുപോലെ തന്നെ ഉന്നതന്മാരായ സഹാബികളുടെ നീതിബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്ന ഖവാരിജുകൾ, ഇവരെല്ലാം വിശുദ്ധ ഖുർആനിലെ മുതശാബിഹായ ആയത്തുകളുടെ പേരിൽ തർക്കിച്ചുകൊണ്ടും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുമാണ് കടന്നു വന്നത്. നമുക്കറിയാം, ഇന്നോളം മുസ്ലിം സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അഭിനവ ഖവാരിജുകൾ പോലും അവരുടെ നിലനിൽപ്പ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ്. ബഹുമത സമൂഹത്തിൽ ആയുധമെടുക്കാനും കലാപത്തിന് തീ കൊടുക്കാനും കലാപമുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആഹ്വാനം ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിലെ ഒട്ടുമിക്ക അവർ ഉദ്ധരിക്കുന്ന ആയത്തുകളും സഹാബികളും മഹോന്നതന്മാരായ സലഫു സാലിഹുകളും മനസ്സിലാക്കിയ ഫഹ്മിന് വിരുദ്ധമായി ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അതുപോലെ തന്നെയാണ് ഇസ്ലാം ഒരിക്കലും ഇത്തരം ദുർവ്യാഖ്യാനികളെയോ അല്ലെങ്കിൽ ഈ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്ന ആളുകൾക്കെതിരിൽ ഒരിക്കലും കണ്ണടയ്ക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഫിത്നക്കാരോട് നാം സ്വീകരിക്കേണ്ടുന്ന നടപടിക്രമം എന്താണ്? വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്തുൽ ബഖറയിൽ 191 വചനത്തിൽ പറഞ്ഞു, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. മർദ്ദനം എന്ന് പറയുന്നത് അത് കൊലപാതകത്തിനേക്കാൾ നിഷ്ഠൂരമാണ്. വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ പരീക്ഷിക്കുകയും അവരെ മർദ്ദിക്കുകയും അതിന്റെ പേരിൽ ദുരാരോപണങ്ങളും അപരാധങ്ങളും പടച്ചുവിടുക എന്നുള്ളത് അത് കൊലപാതകത്തിനേക്കാൾ ഗൗരവമേറിയതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊലപാതകം അല്ല വലുത്, മറിച്ച് കൊലപാതകത്തിനേക്കാളും വലുതാണ് ഫിത്ന, കലാപമുണ്ടാക്കാൻ ശ്രമിക്കൽ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങനെയുള്ളവരെ ആ സാഹചര്യത്തിൽ, യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ, കണ്ടുമുട്ടുന്ന സാഹചര്യത്തിൽ അവരെ എവിടെ വെച്ച് കിട്ടിയാലും കൊന്നുകളയണം. അത് ഭരണകൂടങ്ങളുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിം സമൂഹത്തിനോട് ആയുധമെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന ചില സംഘടനകൾ ഈ ആയത്തിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അതിന്റെ നമ്മുടെ പൂർവ്വസൂരികളുടെ ഫഹ്മിന് വിരുദ്ധമായി, അവർ മനസ്സിലാക്കിയതിന് വിരുദ്ധമായി ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും അവരുടെ താല്പര്യത്തിനനുസരിച്ച് അതിനെ തഅ്വീൽ ചെയ്യുകയും ചെയ്യുന്നു. നേരത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ. അപ്പോൾ കലാപമുണ്ടാക്കി ഫിത്ന ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആന്റെ നിലപാട് ഭരണകൂടങ്ങളുടെ ബാധ്യതയാണ്
അവരെ അടിച്ചമർത്തുക എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളെ ഭൂമിയിൽ ഒരിക്കലും വളരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഭരണകൂടങ്ങൾക്ക് കൃത്യമായ അധികാരം നൽകുകയാണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, നമ്മുടെ പൂർവ്വ പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ അള്ളാഹുവിനോട് ദുആ ചെയ്ത ഒരു പ്രാർത്ഥന, റബ്ബനാ ലാ തജ്അൽനാ ഫിത്നതൻ ലിൽ ഖൗമിൽ ളാലിമീൻ. നാഥാ, ഞങ്ങളെ നീ അതിക്രമികളായ ഈ സമൂഹത്തിന്റെ മർദ്ദനത്തിന് നീ ഇരയാക്കല്ലേ. നാഥാ, അതിക്രമികളായ സമൂഹത്തിന്റെ മർദ്ദനത്തിന് ഞങ്ങളെ നീ ഇരയാക്കല്ലേ എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചതായി വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, കൊലയ്ക്ക് കൊലയും അവയവത്തിന് പകരമായി അവയവങ്ങളും പ്രതിക്രിയ ശിക്ഷയുടെ ഭാഗമായി വിധിച്ച വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഭൂമിയിൽ കലാപവും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ ഒരു ശിക്ഷാവിധിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരാളിനെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിക്രിയ കൊന്നവനെ കൊല്ലുക എന്നുള്ളതാണ്. കണ്ണിന് പരിക്കേൽപ്പിച്ചാൽ അതുപോലെ പകരം കണ്ണ്, മൂക്കിനാണെങ്കിൽ മൂക്ക്, കാതിനാണെങ്കിൽ കാത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ പറഞ്ഞതുപോലെ ഫിത്നകളും വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിന്റെ പേരിലും ആദർശത്തിന്റെ പേരിലും പരീക്ഷിക്കുന്ന ആളുകൾ, ഇത്തരം ഫിത്ന ഫസാദുകളുമായി നടക്കുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ഏർപ്പെടുത്തിയിട്ടുള്ള ശിക്ഷ അതുപോലും സമാനതകളില്ലാത്ത നിലയിലുള്ള ഒരു ശിക്ഷയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഭൂമിയിൽ ഫിത്നയും ഫസാദുമായി നടക്കുന്ന ആളുകളെ അവർ വധിക്കപ്പെടുകയും അതുപോലെ തന്നെ അവരെ ക്രൂശിക്കണം. മാത്രമല്ല, അവരുടെ കൈകളും കാലുകളും വിപരീത ദിശയിൽ മുറിച്ചു മാറ്റണം. അതുപോലെ തന്നെ അങ്ങനെയുള്ളവരെ നാടുകടത്തുകയും വേണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാത്രമല്ല, ലഹും ഖിസ്യുൻ ഫിദ്ദുനിയാ വലഹും ഫിൽ ആഖിറതി അദാബുൻ അദീം. അങ്ങനെയുള്ള ആളുകൾക്ക്, ഫിത്നയും ഫസാദുമായി നടക്കുന്നവർക്ക് ഭൗതിക ലോകത്ത് തന്നെ വളരെ മോശമായ പര്യവസാനമുണ്ട്. അതുപോലെ തന്നെ പരലോകത്തും വളരെ മോശമായ പര്യവസാനം, വളരെ ഗൗരവമേറിയ നിലയിലുള്ള ശിക്ഷ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ മാഇദയിലെ 33-ാമത്തെ വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ സഹോദരന്മാരെ, ഫിത്ന എന്ന് പറയുന്നത് വിശ്വാസികൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ അഴിച്ചുവിടുക എന്നുള്ളത്, കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. ആദിമ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടായിരുന്നു, അതിന്റെ ഫഹമിന് വിരുദ്ധമായി തഅ്വീലുകൾ ചെയ്തുകൊണ്ടായിരുന്നു ചില ആളുകൾ കലാപത്തിന് തിരികൊളുത്തിയിരുന്നത്, വിശ്വാസികൾക്കിടയിൽ ഫിത്ന ഫസാദുകൾക്ക് തുടക്കം കുറിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ സാന്നിധ്യത്തിൽ യുദ്ധമുതലുകൾ ഓഹരി വെച്ചുകൊണ്ടിരിക്കെ ഒരാൾ കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇഅ്ദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ താങ്കൾ നീതി പുലർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധത്തിൽ സംശയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീതി കാണിക്കുന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് കടന്നു വന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വമൻ യഅദിൽ ബഅദി ഇല്ലം അഅദിൽ, ഞാൻ നീതി പുലർത്തിയില്ല എങ്കിൽ മറ്റാരാകും ഇവിടെ നീതി നടപ്പാക്കാൻ സാധിക്കുക? ഞാൻ നീതി പുലർത്തിയില്ല എങ്കിൽ ഇവിടെ മറ്റാർക്കാണ് നീതി നടപ്പാക്കാൻ സാധിക്കുക? ഇത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ,
ആ മുനാഫിഖിന്റെ തലയെടുക്കാൻ താങ്കൾ ഞങ്ങൾക്ക് അനുമതി നൽകണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ തടഞ്ഞു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറഞ്ഞു, വേണ്ട വേണ്ട, ഇവന് പിന്നീട് ചില അനുയായികൾ ഉണ്ടാകും. എന്തായിരിക്കും അവരുടെ സ്വഭാവം? യഖ്റഊനൽ ഖുർആൻ, അവർ വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യും. പക്ഷേ ലാ യുജാവിസു തറാഖീഹിം, അതവരുടെ തൊണ്ടക്കുഴിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയില്ല. ഖവാരിജുകളുടെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ചില അടയാളങ്ങളാണിത്. അതുപോലെ തന്നെയാണ് യംറിഖൂന മിനദ്ദീനി കമാ യംറിഖു സഹ്മു മിനർ റമിയ, വില്ലിൽ നിന്നും അമ്പ് എപ്രകാരമാണോ ചീറിപ്പായുന്നത് അതേ വേഗത്തിൽ അവർ ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് പോകും, ഒരിക്കലും മടങ്ങി വരാനുള്ള സാധ്യത പോലുമില്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ പറ്റി നമുക്ക് താക്കീത് നൽകിയാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ ലോകത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന പണ്ഡിതന്മാരിൽ വളരെ അപൂർവ വ്യക്തിയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഉദാഹരണമായി ഇന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാഖിൽ പ്രത്യക്ഷപ്പെട്ട അബൂബക്കർ ബഗ്ദാദി എന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പുതിയ പ്രസ്ഥാനത്തിന്റെ, ദാഇഷ് എന്ന പ്രസ്ഥാനത്തിന്റെ വക്താവ് അബൂബക്കർ ബഗ്ദാദിയുടെ പ്രസംഗം യൂട്യൂബ് അതുപോലുള്ള സംവിധാനങ്ങളിലൂടെ കോടിക്കണക്കിന് ആളുകളാണ് നിലവിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്. അബൂബക്കർ ബഗ്ദാദിയുടെ ഖുതുബ, ജുമാ നമസ്കാരത്തിന് ഇറാഖിലെ മൂസലിലെ പള്ളിയിൽ ആ മിമ്പറിൽ നടക്കുന്ന ഖുതുബ എല്ലാ ആഴ്ചയിലും ലക്ഷക്കണക്കിന് ആളുകളാണ് ശ്രമിക്കുന്നത്. ഇത്രയും സ്പഷ്ടമായി സ്ഫുടതയോടുകൂടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു പണ്ഡിതൻ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തൊന്നും നമ്മളാരും കണ്ടിട്ടില്ലായിരിക്കും. വളരെ സുന്ദരമായ പ്രഭാഷണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ അടയാളങ്ങളും വളരെ ഊർജ്ജസ്വലതയോടുകൂടി അറബി ഭാഷയിൽ പ്രസംഗിക്കുന്നു. ഭാവത്തിലാണെങ്കിലും രൂപത്തിലാണെങ്കിലും എല്ലാം മുസ്ലിം സമൂഹത്തിന്റെ ഒരു മാതൃകാ പുരുഷനായി ഒരുപക്ഷെ നമുക്ക് ധരിക്കാവുന്ന, അല്ലെങ്കിൽ ചിലരെങ്കിലും ധരിച്ചു പോയിരിക്കുന്ന ഒരു വ്യക്തി നമ്മൾ കണ്ടു. എന്താണ് അവരുടെ ശിക്ഷ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ കുഫറിനെ സ്നേഹിക്കുകയും വിശ്വാസികളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ ഖവാരിജുകളുടെ സ്വഭാവം അവരിൽ നിന്നും നാം ഓരോരുത്തരും ഈ അടുത്ത ദിവസങ്ങളിലായി കണ്ടുകൊണ്ടിരിക്കുന്നു. സഹായം ആവശ്യമുള്ള ഒരൊറ്റ പ്രദേശങ്ങളിലും അവരെ നമുക്ക് പോരാട്ടത്തിന് കാണാൻ സാധിക്കുകയില്ല. മുസ്ലിം സമൂഹം മർദ്ദനവും പീഡനവും അനുഭവിക്കുന്ന ഒരൊറ്റ പ്രദേശങ്ങളിലും ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെയോ അതിന്റെ നേതാക്കളെയോ അതിന്റെ പ്രവർത്തകരെയോ അനുയായികളെയോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരും ശത്രുക്കൾക്കൊപ്പം കൂടി നിന്നുകൊണ്ട് മുസ്ലിമീങ്ങളെ കൊല ചെയ്യുന്ന സ്വഭാവമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഖവാരിജുകളുടെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെല്ലാം അടയാളങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ അടയാളങ്ങളെല്ലാം ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന അബൂബക്കർ ബഗ്ദാദിയുടെ പ്രസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മദീനയിലായിരിക്കെ ഒരു സംഘം ആളുകൾ നബിയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളുടെ യമനിനു വേണ്ടിയും ഞങ്ങളുടെ ഷാമിനു വേണ്ടിയും താങ്കൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ഷാമിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി യമനിന, ഞങ്ങളുടെ യമനും ഞങ്ങളുടെ ഷാമിനും അല്ലാഹുവേ നീ അനുഗ്രഹം നൽകണമേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങളുടെ നജ്ദിനു വേണ്ടിയും താങ്കൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുനാക സലാസിലു വൽ ഫിതൻ
വബിഹാ യത്ലഉ ഖർനു ശൈത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുനാക സലാസിൽ വൽ ഫിതൻ. അവിടെയാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, അവിടെ നിന്നാണ് എല്ലാ ഫിതനകളും ആരംഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി താക്കീത് നൽകി. നമുക്കറിയാം, മുസ്ലിം സമൂഹത്തിൽ, മുസ്ലിം ലോകത്ത് എന്തെല്ലാം ഫിതനകളും പരീക്ഷണങ്ങളും ഉണ്ടായിട്ടുണ്ടോ, എന്തെല്ലാം പ്രതിസന്ധികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടോ, അത് ഖുലഫാകളുടെ കാലം മുതൽ തന്നെ അത് ഈ പറഞ്ഞ ഇറാഖിലുള്ള നജ്ദിൽ നിന്നാണ് എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. അത് ലോകത്ത് ഇന്നോളം ഒരു പരമ്പരയായി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാകളുടെയും കാലശേഷം, 4 ഖലീഫമാരുടെയും കാലശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഘം ആളുകൾ ഇറാഖിൽ നിന്നും വന്നു. അവർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു വിഷയത്തിൽ ഒരു മസ്അല ചോദിക്കുകയാണ്. ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാൾ ഒരു ഈച്ചയെ കൊന്നാൽ എന്താണ് അയാളുടെ വിധി? നമ്മൾ മനസ്സിലാക്കണം, ഇഹ്റാമിലായിരിക്കെ ഒരു ഈച്ചയോ ഒരു കൊതുകിനെ ഒരാൾ കൊന്നാൽ എന്തായിരിക്കും അയാളുടെ വിധി? അയാൾക്കത് അനുവദനീയമാണോ? ഇഹ്റാമിന് എന്തെങ്കിലും ന്യൂനത സംഭവിക്കുമോ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ വ്യക്തി ചോദിക്കുന്നത്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു, യാ അഹ്ലൽ ഇറാഖ് തസ്അലൂനി അൻ മുഹ്രിമൻ ഖതല ദുബാബൻ. അല്ലയോ ഇറാഖികളെ, നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഇഹ്റാമിലായിരിക്കെ ഈച്ചയെ കൊന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണ്. പക്ഷേ വഖദ് ഖതൽതും ഇബ്ന ബിൻതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നിങ്ങളാകട്ടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെ പ്രിയപ്പെട്ട മക്കളെ കൊന്നവരാണ് നിങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹുമാ റൈഹാനതായ ഫിദ്ദുനിയ. ആ ഹസനും ഹുസൈനും അവർ ഈ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ പരിമളങ്ങളാണ്, സുഗന്ധങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹസനെയും ഹുസൈനിനെയും ക്രൂരമായി കൊന്ന ഇറാഖുകാരാണ് നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ നിസാരമായ ഒരു ഈച്ചയുടെ വിഷയത്തിൽ ഫത്വ ചോദിക്കുന്നോ എന്ന് പറഞ്ഞ് വളരെ ഗൗരവത്തോടുകൂടി അവരോട് പ്രതികരിക്കുകയുണ്ടായി എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഫിത്നയും സലാസിലും ഉണ്ടാകുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച്, അത്തരം കലാപ ബാധിത പ്രദേശങ്ങളെ സംബന്ധിച്ചും കലാപകാരികളെ സംബന്ധിച്ചും ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാരും നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാരും വളരെ ഗൗരവത്തോടുകൂടി വീക്ഷിച്ചിരുന്നു എന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക സമൂഹത്തിൽ നമ്മുടെ സലഫു സ്വാലിഹുകളായ മാതൃകാ പുരുഷന്മാരായ സഹാബികളെ ആക്ഷേപിക്കുകയും അവർക്കെതിരിൽ കുഫറിന്റെയും റിദ്ദത്തിന്റെയും ഫത്വകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവരെ കാഫിറും മുർത്തദ്ദുമാക്കി ആക്ഷേപിക്കുകയും തെറിവിളിക്കുകയും ചെയ്ത ഷിയാക്കൾ എന്ന് പറയുന്ന ആ വിഭാഗം പിൽക്കാലത്ത് ഉദയം ചെയ്തതും ഇതേ ഇറാഖിൽ നിന്നാണ് എന്ന ഒരു വസ്തുത നാം സാന്ദർഭികമായി ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫിത്ന ഉണ്ടാകുക എന്നുള്ളത്, പരീക്ഷണങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു വസ്തുതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൃത്യമായ ഒരു മുൻകരുതലും ഒരു മാതൃകയും ഈ വിഷയത്തിൽ നാം സ്വീകരിക്കേണ്ടുന്ന ഒരു നടപടിയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസയറഖ്തിലാഫൻ കസീറ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തൽ ഖുലഫാഇർ റാഷിദീൻ, ആ സമയം നിങ്ങൾക്ക് മാതൃകയാകേണ്ടത്, നിങ്ങൾ ഭിന്നിക്കാതിരിക്കാൻ, നിങ്ങളെയും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പിടികൂടാതിരിക്കാൻ നിങ്ങൾ ഞാൻ എന്താണോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, എന്റെ സുന്നത്തും അതുപോലെ തന്നെ സുന്നത്തുൽ ഖുലഫാഉർ റാഷിദീൻ, 4 ഖുലഫാഉർ റാഷിദീന്റെയും ചര്യകൾ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ
ഫിത്നയും ഫസാദും ഉണ്ടായി എന്നതിന്റെ പേരിൽ ഒരിക്കലും ഒളിച്ചോടാനല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശമല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഉത്തമരിൽ അത്യുത്തമരായ സലഫുസ് സാലിഹീങ്ങളായി നാം പരിഗണിക്കുന്ന പ്രിയപ്പെട്ട സഹാബികൾ, പ്രത്യേകിച്ച് 4 ഖുലഫാകളുടെ ചര്യ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൃത്യമായ ബാധ്യത. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, സുന്നത്തുൽ ഖുലഫാഉർ റാഷിദീൻ എന്നതിന്റെ ഉദ്ദേശം അത് അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു തആല അൻഹും ഇവർ കാണിച്ചു തന്ന മാർഗമനുസരിച്ച് ജീവിക്കലാണ്. മാത്രമല്ല തരീഖുഹും അൽ മുവാഫഖ ലിതരീഖത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅക്ക് അനുകൂലമായി ഖുലഫാകൾ എന്തെല്ലാം മാതൃക കാണിച്ചു തന്നിട്ടുണ്ടോ അതിനെ അനുസരിക്കുകയും അതനുസരിച്ച് വിശ്വാസികൾ ജീവിക്കുകയുമാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അന്ന ഫിഅല സ്വഹാബി സുന്നത്തുൻ യുഅമൽ ബിഹാ, സഹാബികളുടെ പ്രവർത്തനവും ദീനിൽ മാതൃകയാണ്, ദീനിൽ അതും ചര്യയാക്കാവുന്നതാണ്, ചര്യയാക്കേണ്ടതാണ് എന്ന് ഈ ഹദീസ് അനുസരിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അപ്പോൾ ഫിത്ന ഉണ്ടാകുകയും ഫസാദ് ഉണ്ടാകുകയും ചെയ്താൽ എന്തായിരിക്കണം നമ്മുടെ മാതൃക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ചിട്ട് ജീവിക്കണം. അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ സഹാബികളുടെ മാതൃക, സഹാബികളെ തള്ളിക്കൊണ്ട് ഒരിക്കലും നമുക്കൊരു ഇസ്ലാം, ഒരിക്കലും നമുക്കൊരു വിശ്വാസം, ഒരിക്കലും നമുക്കൊരു ആചാരമോ ഒരു അനുഷ്ഠാനമോ കണ്ടെത്താൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ എന്നും എപ്പോഴും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ മഹോന്നതന്മാരായ ഒരു വിഭാഗമാണ് സഹാബികൾ എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പല സന്ദർഭത്തിലും പല സാഹചര്യങ്ങളിലുമായി നമ്മെ പഠിപ്പിക്കുന്നു. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് അത് ആരംഭിക്കുന്നത് തന്നെ മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദുൻ റസൂലുള്ളാഹ്, നിശ്ചയമായും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വല്ലദീന മഅഹു, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പമുള്ളവരും അഷിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളോട് ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറുന്നവരാണ്. മാത്രമല്ല റുഹമാഉ ബൈനഹും, ശത്രുക്കളോട് വിട്ടുവീഴ്ചയില്ലാതെ പെരുമാറുമ്പോൾ അതിനോടൊപ്പം തന്നെ റുഹമാഉ ബൈനഹും, അവരുടെ സ്വഭാവമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. പരസ്പരം കരുണയോടുകൂടി കാരുണ്യത്തോടുകൂടി മാത്രമേ അവർക്ക് വർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ഈ വിഭാഗത്തിന് ഏതെങ്കിലും ചരിത്രകാരന്മാർ അവരുടെ രചനകൾ കൊണ്ടോ അവരുടെ കൃതി കൊണ്ടോ അവരുടെ തൂലികകൾ കൊണ്ടോ അള്ളാഹു നൽകിയ ഈ ഗുഡ് സർട്ടിഫിക്കറ്റിനെ തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചാൽ അത് വിശ്വാസികളായ നമുക്ക് ബാധകമല്ല. വിശുദ്ധ ഖുർആൻ അവർ സുരക്ഷിതരാണെന്നും അവർക്ക് സ്വർഗമുണ്ട് എന്നും അവരുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു ഉന്നതമായ സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നും വളരെ വ്യക്തമായി സർട്ടിഫിക്കറ്റ് നൽകിയ ആ വിഭാഗത്തിനെ സംബന്ധിച്ച് ആര് എന്തെഴുതി വെച്ചാലും ശരി, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കലും അത് ബാധകമല്ല, നമുക്കതൊരിക്കലും ഒരു വിഷയം ആയിത്തീരുകയില്ല. കാരണം എന്താ? ഞാൻ പ്രാഥമികമായി പറഞ്ഞു, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 3-ാം ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ മോശമായി ചില ചരിത്രകാരന്മാർ ചിത്രീകരിക്കുകയും വളരെ ക്രൂരമായി അദ്ദേഹത്തിനെ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇത് സംഭവിച്ചു നമ്മൾ തിരിച്ചറിയണം. ചരിത്രം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ എങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം, എന്തുകൊണ്ടാണ് പ്രമുഖന്മാരായ സ്വഹാബികളെ സംബന്ധിച്ച് ഇത്തരം മോശമായ അഭിപ്രായങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കടന്നു വരാൻ കാരണം? ഉദാഹരണമായി ഒട്ടുമിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രമുഖന്മാരായ സഹാബികളെ സംബന്ധിച്ച് അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും ഇവരെ സംബന്ധിച്ച് വളരെ മോശമായി ഒരുപാട് പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇബ്തിഗാ അൽ ഫിത്നയും തഅ്വീലും ഉദ്ദേശിച്ച് നടക്കുന്ന ആളുകൾ
ആ ചരിത്ര സ്കലിതങ്ങൾ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ മുറിവേൽപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. ഈ ചരിത്രങ്ങൾ എഴുതിയുണ്ടാക്കിയ ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു? ഉദാഹരണമായിട്ട് ഹിജറ വർഷം 146 മരിച്ച മുഹമ്മദ് ബിൻ അസ്സായിബ് അൽ കൽബി, ഇതൊരു ചരിത്രകാരനാണ്. ഹിജറ വർഷം 146 ഇയാൾ മരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒട്ടുമിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഈ മുഹമ്മദ് ബിൻ സാഹിബ് അൽ കൽബി എന്ന ചരിത്രകാരന്റെ നിവേദനം നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു ഇയാളുടെ വിശ്വാസം? ഇയാൾ ആരായിരുന്നു? ഇബ്നു ഹിബ്ബാൻ ഇയാളെ സംബന്ധിച്ച് പറയുന്നു, കാന സബഇയൻ മിൻ ഉലൈക അല്ലദീന യഖൂലൂന ഇന്ന അലിയൻ ലം യമുത് വഇന്നഹു റാജിഉൻ ഇല ദുനിയ. നഊദു ബില്ലാഹ്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ടില്ല, ആകാശത്തേക്ക് കടന്നു പോയിരിക്കുകയാണ്. ഒരു മറ സ്വീകരിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹം ലോകാവസാനത്തിന് മുന്നേ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യേക തീവ്രവാദികളായ ഷിയാക്കളിൽപ്പെട്ട ആളായിരുന്നു ആര്? മുഹമ്മദ് ബിൻ സാഹിബ് അൽ കൽബി. ഇയാൾ മരിച്ചത് ഹിജറ 146. ഇയാളാണ് പ്രമുഖന്മാരായ സഹാബികൾക്കെതിരിൽ ഈ പറയപ്പെട്ട ആരോപണങ്ങളുടെ റിപ്പോർട്ട് കൊടുത്ത ഒന്നാമത്തെ വ്യക്തി. അതുപോലെ തന്നെ ലൂത്ത് ബിൻ യഹ്യ ബിൻ സഈദ് ബിൻ മിഖ്ലഫ് അൽ അസ്ദി, ലൂത്ത് ബിൻ യഹ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ചരിത്രകാരൻ. ഇയാൾ ജീവിച്ചിരുന്നത് കൂഫക്കാരനാണ്. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയ ഇറാഖുകാരനാണ്. ഇയാളെ സംബന്ധിച്ച് ചരിത്ര പണ്ഡിതന്മാർ എന്ത് പറയുന്നു? ഷീഇയ്യുൻ, തീവ്രവാദിയായ, നേരത്തെ പറഞ്ഞ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി ഏറെ വികലമായ വിശ്വാസങ്ങൾ പുലർത്തുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ മുഹ്തരിഫുൻ, ഇല്ലാത്ത ചരിത്രങ്ങൾ ഉണ്ടാക്കി പറയുന്ന, ചരിത്രം നിർമ്മിക്കുന്ന ചരിത്ര ഫാക്ടറിയുടെ ഉടമയായിരുന്നു. അപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ നൂറ്റാണ്ടിൽ തന്നെ ഇല്ലാത്ത ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രത്യേകം ചരിത്രത്തിന്റെ കൗൺസിലുകൾ, ഹിസ്റ്റോറിക്കൽ കൗൺസിൽ എന്ന പേരിൽ എന്ന് പറയുന്ന പോലെ ഷിയാക്കൾക്ക് വേണ്ടി ചരിത്രം എഴുതി കൊടുക്കുന്ന ആളായിരുന്നു ഇയാൾ. ഇയാൾ മരിച്ചതാകട്ടെ ഹിജറ വർഷം 157. ഇയാൾക്ക് മറ്റ് നിരവധി ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് അരിദ്ദ, അതുപോലെ അൽ ജമൽ, അസ്സിഫീൻ, ഇത്തരം ഗ്രന്ഥങ്ങളുണ്ട്. അരിദ്ദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്ന് 4 പേരൊഴികെയുള്ള എല്ലാ സഹാബികൾക്കും റിദ്ദത്ത് സംഭവിച്ചു. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഷിയാക്കളുടെ വിശ്വാസമാണ് എല്ലാ സഹാബികളും മുർത്തദ്ദാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള ഗ്രന്ഥം. അതുപോലെ തന്നെയാണ് അലി ബിൻ അബി താലിബിന്റെയും മുആവിയയുടെയും സൈന്യം തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനെ പറ്റി പറയുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെയാണ് അലി ബിൻ അബി താലിബും ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഉണ്ടായ പോരാട്ടത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ. ചുരുക്കത്തിൽ ഷിയാക്കൾക്ക് അനുകൂലമായി എന്തെല്ലാം എഴുതേണ്ടിയിരുന്നോ അതെല്ലാം ഇയാൾ എഴുതി നൽകിയ ചരിത്രകാരനാണ്. അതുപോലെ തന്നെയാണ് നസർ ബിൻ മുസാഹിബ്, അയാളും കൂഫക്കാരനാണ്, ഇറാഖുകാരനാണ്. ഹിജ്റ 212 ഇയാൾ കാലഗതി അടഞ്ഞത്. പ്രമുഖ ചരിത്ര പണ്ഡിതനായ ഹാഫിദ് സഹബി പറയുന്നു, ഇയാൾ റാഫിളിയുൻ, ഇയാൾ തീവ്രവാദിയായ ഷിയയാണ്. തറക്കൂഹു, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഇയാളുടെ നിവേദനങ്ങളെ സ്വീകരിച്ചിട്ടില്ല. ഇയാൾക്കും സിഫീനിനെ സംബന്ധിച്ചും ജമൽ യുദ്ധത്തിനെ സംബന്ധിച്ചും കർബലയിൽ ഹുസൈൻ ബിൻ അലിയുടെ രക്തസാക്ഷ്യത്തിനെ സംബന്ധിച്ചും ഷിയാക്കൾക്ക് അനുകൂലമായി എഴുതിയ ചില ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രമുഖന്മാരായ സഹാബികളെ ആക്ഷേപിച്ചുകൊണ്ട് ഈ പറയുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള എല്ലാ സഹാബികളെയും ആക്ഷേപിച്ചുകൊണ്ട് ചരിത്രകാരന്മാർക്ക് നിവേദനങ്ങൾ, ചരിത്രം ഉണ്ടാക്കി നൽകിയതിന്റെ പിന്നിൽ പ്രമുഖന്മാരായ ഈ 3 ചരിത്രകാരന്മാരാണ്.
ഇവരുടെ ചരിത്രങ്ങൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? താരീഖ് തിബിരിയിൽ കാണാം, മസ്ഊദിയുടെ ഉറൂജ് ദഹബിലുണ്ട്, അതുപോലെ തന്നെ യാക്കൂബിയുടെ ചരിത്ര, ഒട്ടുമിക്ക ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇവരുടെ ചരിത്ര ഭാഗങ്ങൾ, ഇവരിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രത്തിന്റെ നിവേദനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം നിവേദനങ്ങളെ സംബന്ധിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, നമ്മുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുന്നത്? സനദുണ്ടോ എന്നാ ചോദിക്കുന്നത്, അല്ലേ? നമസ്കാരത്തിന് കൈ നെഞ്ചത്ത് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കുന്നു സനദുണ്ടോ. എന്തിനേറെ ഈ നൂറ്റാണ്ടിൽ പോലും ഒരു മുസ്ലിയാർ ഒരു കെട്ട് നാലുമായിട്ട് വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, സംഘടനയുള്ളവരും ഇല്ലാത്തവരും എല്ലാം ചോദിച്ചു, ഉസ്താദെ സനദുണ്ടോ എന്ന്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയുന്ന ഒരു വിഷയത്തിൽ സനദുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ആരും മടിച്ചില്ല. നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലും നമ്മളെല്ലാവരും ആ വിഷയത്തിന് സനദുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് സഹീഹിനെയും ലഈഫിനെയും വേർതിരിച്ചു, സ്വീകരിക്കേണ്ടതിനെയും സ്വീകരിക്കാൻ പാടില്ലാത്തതിനെയും വേർതിരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ കൃത്യമായി ഗ്രന്ഥങ്ങൾ തയ്യാറാക്കി. സഹീഹിൻ എന്ന പേരിലും ലഈഫ് എന്ന പേരിലും പ്രത്യേകം ഗ്രന്ഥങ്ങളുണ്ടായി, അല്ലേ? സിൽസിലത്തുൽ അഹാദീസ് സഹീഹ എന്ന പേരിൽ സഹീഹായ ഹദീസുകളുടെ വാള്യങ്ങൾ തന്നെ പരമ്പരയായി ഈ നൂറ്റാണ്ടിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കരങ്ങളാൽ രചിക്കപ്പെട്ടു. അസഹു കിതാബിൻ ബഅദ കിതാബില്ലാ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സഹീഹായ ഗ്രന്ഥം എന്ന പേരിൽ ഇമാം ബുഖാരിയുടെ കിതാബുൽ ബുഖാരിയും പിന്നീട് മുസ്ലിമും ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചേർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു വാചകം, ഒരു വചനം പറയപ്പെട്ടാൽ എല്ലാവരും അതിന്റെ സനദ് അന്വേഷിക്കുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മാത്രമല്ല, നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും നമ്മുടെ അന്തസ്സും നമ്മുടെ അഭിമാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ബാധ്യതയുള്ളവരാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ പിന്നീട് സഹാബികൾ. അവരിലേക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോരായ്മയോ ന്യൂനതയോ ഉന്നയിക്കപ്പെട്ടാൽ നമുക്ക് ഈ വിഷയത്തിലും കൃത്യമായ ഇസ്നാദ് ആവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസിന് മാത്രമല്ല സനദ്, ചരിത്രം. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമുക്കറിയാം, ആരെങ്കിലും ഒരു ഫാസിഖ് ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ ഫതബയ്യനു, ഇദാ ജാഅക്കും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു, ഒരു ഫാസിഖായ ഒരു മനുഷ്യൻ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുത്ത് വന്നാൽ ഫതബയ്യനു, നിങ്ങൾ തബീൻ നടത്തണം. നിനക്ക് എവിടെ നിന്ന് കിട്ടി, ആര് തന്നു, അവൻ ആര് കൊടുത്തു, അവൻ എവിടെ നിന്ന് കേട്ടു, കൃത്യമായ അതിന്റെ പരമ്പരയും സനദും അന്വേഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ സഹാബികളിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് മോശമായ ഒരു വാർത്ത പ്രചരിച്ചാൽ ഇതുപോലെ തന്നെ സനദ് അന്വേഷിക്കാൻ നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കൃത്യമായ സനദോടുകൂടി രചിക്കപ്പെട്ട മറ്റ് ഒട്ടനവധി ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നേരത്തെ പറഞ്ഞ 3-4 ഷിയ പണ്ഡിതന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ താരീഖ് തിബിരിയിൽ നമുക്ക് കാണാം. പക്ഷേ ഇമാം തിബിരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ചരിത്രം രേഖപ്പെടുത്തിയപ്പോൾ ആ നിവേദനം തനിക്ക് എവിടെ നിന്നും ലഭിച്ചു എന്നതിന്റെ കൃത്യമായ സനദ് കൂടി ആ ചരിത്ര ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂത്ത് ബിൻ മെഹനഫാണ് നൽകിയത് എങ്കിൽ അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ അബ്ദിയാണ് നൽകിയത് എങ്കിൽ അയാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായ സനദോടുകൂടിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. അടുത്ത സമയത്ത് ക്രൈസ്തവരുമായുള്ള ഒരു സംവാദത്തിൽ മുസ്ലിം പണ്ഡിതന്മാരെ ക്രിസ്ത്യാനികൾ വെല്ലുവിളിക്കുകയാണ്. പ്രമുഖ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളായ താരീഖ് തിബിരിയും ഇബ്നു ഇസ്ഹാഖിന്റെ സീറയും ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുമായി ഞങ്ങൾ സംവാദം നടത്താൻ തയ്യാറാണ്. മുസ്ലിമീങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് താരീഖ് തിബിരിയുടെ ആദ്യത്തിൽ തന്നെ, ചരിത്ര ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തന്നെ
ഇമാം തിബിരി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ ഈ ചരിത്രം അതിന്റെ പരമ്പരയോടുകൂടിയാണ് ഉദ്ധരിക്കുന്നത്. അതിന്റെ പരമ്പരയോടുകൂടി ഉദ്ധരിക്കുമ്പോൾ ആ വിശ്വാസത്തിലേക്ക് ആ ചരിത്രം ഉദ്ധരിച്ച വ്യക്തി തീവ്രവാദിയാണ്, ഷിയയാണ്, അല്ലെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഹിരാകാശത്തേക്ക് സഞ്ചാരത്തിന് പോയിരിക്കുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളമായി വാഗ്ദത്ത മഹദിയായി മസീഹായി മടങ്ങി വരുമെന്ന ഖുറാഫി വിശ്വാസമുള്ള ഒരാൾ നിവേദനം ചെയ്യുന്ന ഒരു ചരിത്രം ഒരിക്കലും നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. മാത്രമല്ല അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ ഉലൂഹിയത്തിന്റെ അംശം കുടികൊള്ളുന്നു എന്ന് കൃത്യമായി വിശ്വസിക്കുന്ന ഒരു റാഫിളി ശീഈ നിവേദനം ചെയ്യുന്ന ഒരു ചരിത്രം വിശ്വാസികളായ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ടോ? ഒരിക്കലും സ്വീകരിക്കേണ്ടതില്ല. അതുകൊണ്ട് സനദ് എന്ന് പറയുന്നത് ഇസ്ലാമികമായി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സനദിനെ സംബന്ധിച്ച് ഇസ്ലാമിക സമൂഹത്തിന്റെ പൂർവകാല പണ്ഡിതന്മാരുടെ നിലപാട് എന്തായിരുന്നു? നമുക്കറിയാം, പ്രമുഖന്മാരായ ഹദീസ് പണ്ഡിതന്മാരെല്ലാം തന്നെ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ അതിന്റെ ആദ്യത്തിൽ തന്നെ ഒരു അധ്യായം, എന്താ അധ്യായത്തിന്റെ പേര്? ബാബു ബയാനി അന്നൽ ഇസ്നാദ മിനദ്ദീൻ. സനദ് എന്നുള്ളത് അത് ദീൻ തന്നെയാണ്, ദീനിന്റെ അടിസ്ഥാന ഘടകമാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായം. എന്നിട്ട് അവർ പറയുന്നു, വന്ന റിവായത ലാ തകൂനു ഇല്ലാ അനി സിഖാത്ത്. നിവേദനങ്ങൾ സ്വീകരിക്കുന്നത് സിഖാത്തുകളിൽ നിന്നും മാത്രമാണ്. സിഖാത്ത് എന്ന് പറഞ്ഞാൽ ന്യൂനതകൾ ഇല്ലാത്ത സുരക്ഷിതരായ ആളുകളിൽ നിന്ന് മാത്രമേ നിവേദനങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. മാത്രമല്ല വഅന്ന ജറഹ റുവാത്തി ബിമാ ഹുവ ഫീഹിം ജായിസുൻ. നിവേദന പരമ്പരയിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ ന്യൂനത എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ വിമർശിക്കലും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും എടുത്തു പറയുക എന്നുള്ളത് ഈ നിവേദനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജായിസുൻ, മാത്രമല്ല ബൽ വാജിബുൻ, അത് നിർബന്ധമാണെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല വന്നഹു ലൈസ മിനൽ ഗീബത്തിൽ മുഹറമ, അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഹറാമാണെന്ന് പ്രഖ്യാപിച്ച ഏഷണിയുടെയും പരദൂഷണത്തിന്റെയും ഗണം ഈ സനദിനെ സംബന്ധിച്ചിട്ടുള്ള ഈ പരിശോധനയിൽ അത് ഉൾപ്പെടുകയില്ല എന്നവർ പറയുന്നു. മാത്രമല്ല ബൽ മിനസ്സബ്ബി അനി ശരീഅത്തിൽ മുകറമ, പരിശുദ്ധമായ ഈ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് സനദ് പരിശോധിക്കുകയും സനദിൽ തഹ്ഖീഖ് നടത്തൽ അനിവാര്യവുമാണ് എന്ന് ഈ ഹദീസ് പണ്ഡിതന്മാരെല്ലാം തന്നെ അതിന്റെ ആമുഖത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതൻ ഇബ്നുൽ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ. സനദ് എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ അടിസ്ഥാന ഘടകം തന്നെയാണ്. വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ, ആർക്കും എന്തും തോന്നിയതുപോലെ പറയാൻ സാധിക്കുമായിരുന്നു. സനദില്ലായിരുന്നുവെങ്കിൽ, സനദ് പരിഗണിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആർക്കും എന്തും എവിടെയും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പറയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മസലുല്ലദീ യത്ലുബു അംറ ദീനിഹി ബിലാ ഇസ്നാദ്. ഒരാള് ദീനിനെ സംബന്ധിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാം എന്ത് കിട്ടിയാലും അയാൾ കേൾക്കും, പഠിക്കുന്ന സ്വഭാവക്കാരനാണ്, അയാൾക്ക് സനദ് ആവശ്യമില്ല. അവന്റെ ഉദാഹരണം കമസലില്ലദീ യർതഖി സതഹ ബിലാ സുല്ലം. അയാള് മറ്റ് വീടിന് രണ്ടാം നിലയ്ക്കാണല്ലോ നമ്മൾ തട്ടെന്ന് പറയുന്നത്, ഇത് പണിതുണ്ടാക്കിയിരിക്കുകയാണ്, പക്ഷെ അങ്ങോട്ട് കയറാനുള്ള ഏണിയില്ല. എന്താ അവന്റെ ഉദാഹരണം? അള്ളിപ്പിടിച്ച് കയറാൻ ശ്രമിക്കും, ഒരു പക്ഷേ പകുതിയിൽ മുക്കാലും എത്തുമ്പോഴേക്കും താഴേക്ക് വീണുപോകാം, അബദ്ധങ്ങൾ സംഭവിക്കാം, പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതാണ് താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖ പണ്ഡിതൻ ഇബ്നു മുബാറക് പറഞ്ഞത്. എന്നിട്ട് സുഫിയാൻ സൗരി പറയുന്നു, അൽ ഇസ്നാദു സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധമാണ് സനദ്. അല്ലേ? ഈ കാര്യം ചോദിച്ചില്ലയോ? ഇത്രയും കാലം, ഒരു നൂറ്റാണ്ടായി കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ കാലം മുതൽ ചോദിച്ചു വന്ന സംഭവങ്ങളാണ്. സനദുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാന്തപുരം മുസ്ലിയാർ കൊണ്ടുവന്ന മുടിയെ സംബന്ധിച്ച് ഈ കാര്യം ചോദിച്ചു, ഉസ്താദേ സനദുണ്ടോ? സിലാഹുൽ മുഅ്മിൻ, അത് വിശ്വാസിയുടെ ആയുധമാണ്.
ആയുധമില്ലാത്തവൻ പിന്നെ എന്തുകൊണ്ടാണ് പോരാടുക എന്നാണ് ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കുന്നത്. മാത്രമല്ല ഈ നിവേദനങ്ങൾക്ക് സനദ് ചോദിക്കുക എന്നുള്ളത് സുന്നത്തുൻ അമ്മൻ സലഫ, നമ്മുടെ കഴിഞ്ഞുപോയ മുൻഗാമികളുടെ മാതൃകയാണ്, അവരുടെ മാർഗമാണെന്ന് പറഞ്ഞത്. ഇപ്പൊ ചരിത്രത്തിലാണെങ്കിലും ഹദീസിലാണെങ്കിലും നമ്മുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും, ദീനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും കൃത്യമായ പാരമ്പര്യം ഉണ്ടാകുക എന്നുള്ളത് അടിസ്ഥാന ഘടകമാണ്. സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നൂറ്റാണ്ടിൽ സനദ് പരിശോധിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിൽ 3/4 ചരിത്ര ഗ്രന്ഥങ്ങളെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ്. പ്രമുഖന്മാരായ സഹാബികളെ ഒന്നടങ്കം വളരെയേറെ മോശമായി ചിത്രീകരിച്ചു, അവർക്കെതിരിൽ സ്വഭാവ ദൂഷ്യങ്ങൾ ആരോപിച്ചു, സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചു, കുടുംബ വാഴ്ച ആരോപിച്ചു, ഒട്ടനവധി അപരാധങ്ങൾ അവരിലേക്ക് പിന്നിച്ചേർത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിനൊക്കെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അതിന് തെളിവുകൾ ഉദ്ധരിച്ചത്. പക്ഷെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിനൊക്കെ തെളിവുകൾ അന്വേഷിച്ച് സനദ് പരതാൻ നടന്നാൽ ഇസ്ലാമിക ചരിത്രത്തിൽ 3/4 ചരിത്ര ഗ്രന്ഥങ്ങളും നാം സമുദ്രത്തിൽ എറിയേണ്ടി വരും. ആരാണത് പറഞ്ഞത്? ഇന്ത്യയിൽ ജനിച്ച് പാകിസ്ഥാനിൽ വളർന്ന് അമേരിക്കയിൽ മരിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയ സയ്യിദ് അബുൽ അഅല മൗദൂദി തന്റെ ഖിലാഫത്ത് വൽ മുലൂക്കിയത്ത് എന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ ആദ്യത്തിൽ തന്നെ ഈ വരികൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താ പുസ്തകത്തിന്റെ പ്രത്യേകത? പ്രമുഖന്മാരായ ഒട്ടനവധി സഹാബികളെ അദ്ദേഹം മുറിവേൽപ്പിക്കുന്നു ഈ ഗ്രന്ഥത്തിൽ. ഉമർ ബിൻ ഖത്താബിനെ സംബന്ധിച്ച്, ഉസ്മാൻ ബിൻ അഫ്ഫാനിനെ സംബന്ധിച്ച്, മുആവിയയെ സംബന്ധിച്ച്, പ്രമുഖന്മാരായ ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഒട്ടനവധി ആരോപണങ്ങൾ തന്റെ ഖിലാഫത്ത് വൽ മുലൂക്കിയത്ത് എന്ന ഗ്രന്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് സയ്യിദ് അബുൽ അഅല മൗദൂദി നിരത്തുകയുണ്ടായി. ഇത് ഷിയാക്കളുടെ ചരിത്ര ഉദ്ധരണിയാണ് എന്ന വിഷയം അന്ന് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രമുഖന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഒരു എഡിഷനിൽ അദ്ദേഹം ഈ വരി കൂടി കൂട്ടിച്ചേർക്കാൻ കാരണമായി. ചരിത്ര ഉദ്ധരണികൾക്ക് സനദ് അന്വേഷിച്ചാൽ ഒട്ടുമിക്ക ചരിത്ര ഗ്രന്ഥങ്ങളും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും, തോട്ടിൽ എറിയേണ്ടി വരും. മാത്രമല്ല സയ്യിദ് അബുൽ അഅല മൗദൂദിക്ക് ഈ ഉദ്ധരണികൾ അദ്ദേഹം ഇത് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇത് എവിടെ നിന്നും കിട്ടി? ഈജിപ്തിൽ ജീവിച്ചിരുന്ന ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന മതരാഷ്ട്രീയ സംഘടനയുടെ വക്താവ് സയ്യിദ് ഖുത്ബ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം തന്റെ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാമൂഹിക നീതി എന്ന പുസ്തകത്തിൽ പ്രമുഖന്മാരായ സഹാബികൾക്കെതിരെ ഒരു വലിയ കുറ്റപത്രം തന്നെ തയ്യാറാക്കി. അവരെ കൈക്കൂലിയുടെ വക്താക്കളായി അദ്ദേഹം ആക്ഷേപിച്ചു, അഴിമതിക്കാരായി ആക്ഷേപിച്ചു. അദ്ദേഹവും ഉദ്ധരിച്ച ചരിത്രങ്ങൾ സയ്യിദ് ഖുത്ബിനും തെളിവായി ഉദ്ധരിക്കാനുണ്ടായിരുന്നത് ഷിയാക്കളായ ഈ ചരിത്ര പണ്ഡിതന്മാരുടെ നിവേദനങ്ങളായിരുന്നു. അതുപോലെ തന്നെയാണ് ഇറാനിൽ ഷിയാക്കളുടെ ആത്മീയ നേതാവായി ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അലി ശരീഅത്തി എന്ന ഫിലോസഫർ, അയാളുടെ പ്രഭാഷണങ്ങളിലും പുസ്തകങ്ങളിലും ഇത്തരം ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അശ്ശഹാദ എന്ന പ്രഭാഷണ സമാഹാരം ഇറാനിലെ ഹുസൈനിയ ഇർഷാദ് എന്ന ഷിയ കേന്ദ്രത്തിൽ മുഹറവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷ സമയത്ത് അലി ശരീഅത്തി നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് രക്തസാക്ഷ്യം എന്ന പേരിൽ കേരളത്തിൽ സിനിക്കാർ പ്രസിദ്ധീകരിച്ചു. അതിന് ആമുഖം എഴുതിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിന് ദീർഘകാലം എഡിറ്ററായി അതിന് സംഘടനയ്ക്ക് രൂപവും ഭാവവും നൽകിയ ടി മുഹമ്മദ് സാഹിബാണ് ആ പുസ്തകത്തിന് ആമുഖം എഴുതിയത്. വളരെയേറെ മദഹ് ചെയ്തുകൊണ്ട് ആ പുസ്തകത്തിന്റെ പുണ്യം എടുത്തു പറയുന്ന ഒട്ടനവധി വരികൾ
ടി മുഹമ്മദ് സാഹിബിൻ്റെതായി ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഉസ്മാൻ ബിൻ അഫ്ഫാനിനെ സംബന്ധിച്ച് അലി ശരീഅത്ത് പറഞ്ഞു, ഇസ്ലാമിനും ജാഹിലിയത്തിനും ഇടയിലെ ഒരു ഇടക്കണ്ണിയായിട്ടാണ് ഉസ്മാൻ വർത്തിച്ചത് എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ ശരിയായിരിക്കും. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പുസ്തകത്തിനെ സംബന്ധിച്ചിട്ടാണ് പ്രബോധനത്തിന്റെ എഡിറ്റർ ടി മുഹമ്മദ് സാഹിബ് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ ഏറെ ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കിയ രചന ഈജിപ്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഡോക്ടർ താഹ ഹുസൈൻ തന്റെ ഫിത്നത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ പ്രമുഖന്മാരായ സഹാബികൾക്കെതിരിൽ ആരോപണങ്ങളുടെ പരമ്പര തന്നെ നിരത്തി. താഹ ഹുസൈൻ യഥാർത്ഥത്തിൽ അന്ധനായിരുന്നു. പക്ഷേ ബുദ്ധികൂർമ്മതയുടെ വിഷയത്തിൽ താഹ ഹുസൈനെ വെല്ലുവിളിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഫ്രാൻസിൽ നിന്നും പാരീസിൽ നിന്നും ഏകദേശം 24ഓളം സർവകലാശാലകളിൽ അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് അവരെല്ലാവരും ഡോക്ടറേറ്റ് ബിരുദം നൽകി. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ശത്രുവിനെ എങ്ങനെയെല്ലാം യൂറോപ്പിന് ആദരിക്കാൻ സാധിക്കുമോ ഏകദേശം 24 അല്ലെങ്കിൽ 25 അത്രത്തോളം ഡോക്ടറേറ്റ് ബിരുദങ്ങൾ ഫ്രാൻസിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ അലി വ മുആവിയ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം, അതുപോലെ തന്നെ അൽ ഫിത്നത്തുൽ കുബ്ര എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ പ്രമുഖന്മാരായ സഹാബികളെ അദ്ദേഹം മുറിവേൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ താഹ ഹുസൈനിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന സംഘടനയുടെ നേതാവ് സയ്യിദ് ഖുത്ബ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഇസ്നാദ്, ഈ ചരിത്ര പരമ്പര എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു? താഹ ഹുസൈൻ എന്ന ഫിത്നത്തുൽ കുബ്ര എന്ന ചരിത്ര ഗ്രന്ഥം എഴുതിയ ഈ പിൽക്കാലത്ത് ഈജിപ്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവ്, യൂറോപ്പിന്റെ ഏജന്റ് ആയിരുന്ന, ഇസ്ലാമിനെ കയ്യിൽ കിട്ടുന്നിടത്തെല്ലാം പ്രഹരിക്കാനുള്ള ഒരൊറ്റ അവസരം പോലും താഹ ഹുസൈൻ തന്റെ രചനകളിൽ ഒഴിവാക്കിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, സൗദി അറേബ്യയിൽ പോലും അദ്ദേഹത്തിന്റെ ചില രചനകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. പല ഗ്രന്ഥങ്ങളും ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആദ്യകാലത്ത് അറബികളുടെ മനസ്സിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. അത് പിന്നീട് ലിപികളാക്കി ഗ്രന്ഥങ്ങളിലേക്ക് പകർത്തപ്പെട്ടു എന്ന ആ ചരിത്ര പാരമ്പര്യത്തിൽ സംശയം ജനിപ്പിച്ചുകൊണ്ടുള്ള വരികൾ താഹ ഹുസൈനിന്റെ രചനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ പേരിൽ അറബികളായ പണ്ഡിതന്മാർ താഹ ഹുസൈനെയും അയാളുടെ രചനകളെയും വിമർശിച്ചിട്ടുണ്ട്. ആ താഹ ഹുസൈന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഇഖ്വാനുൽ മുസ്ലിമൂന് രൂപവും ഭാവവും നൽകിയ, ഗ്രന്ഥങ്ങൾ എഴുതി നൽകിയ സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന അവരുടെ നേതാവ്. അതുകൊണ്ടാണ് സയ്യിദ് ഖുത്ബ് ആദ്യകാലത്ത് എഴുതിയ ഗ്രന്ഥങ്ങൾ അദ്ദേഹം സമർപ്പിച്ചത് തന്റെ ബോസായ, തന്റെ അധ്യാപകനായ, തന്റെ ഗുരുവായ താഹ ഹുസൈന്റെ പേരിലാണ് സമർപ്പിച്ചിട്ടുള്ളത്. ആ പുസ്തകങ്ങളുടെ ആദ്യം നമുക്ക് പരിശോധിച്ചാൽ കാണാം, ഇഹ്ദാഉൻ ഇലൽ ഉസ്താദ്. ഇത് ഞാൻ സമർപ്പിക്കുന്നത് എന്റെ ഗുരുവായ, എന്റെ നേതാവായ ഡോക്ടർ താഹ ഹുസൈന് വേണ്ടിയാണ്. ഞാൻ ഈ പറയുന്നത് ചരിത്രപരമായ ഈ അപരാധങ്ങളുടെ പശ്ചാത്തലം എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും ആ ഖലീഫ വളരെ വ്യക്തമായി തന്നെ തന്റെ മരണത്തിന് തൊട്ട് മുമ്പ് വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി, അബ്ദുല്ലാഹിബ്നു സബഇന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തീവ്രവാദികൾ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഈജിപ്തിൽ നിന്നും, യമനിൽ നിന്നും, സിറിയയിൽ നിന്നും, ഇറാഖിൽ നിന്നും ഹാജിമാരുടെ വേഷത്തിൽ അവർ മക്കയിലേക്ക് എത്തി. മക്കയിൽ നിന്നും ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യ ഖബറിടം സന്ദർശിക്കാൻ എന്ന പേരിൽ അവർ മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് വരുന്നതിന് പിന്നിലുണ്ടായിരുന്ന അവരുടെ ദൗത്യം, അവരുടെ ഉദ്ദേശം ഖലീഫയ്ക്കെതിരിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുക എന്ന ഒരു ഗൂഢാലോചനയായിരുന്നു. ആ ഒരു ദൗത്യത്തിന് വേണ്ടിയായിരുന്നു അവർ മദീനയിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് അവർ മദീനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായി ഒരു വിഭാഗം ആളുകൾ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ഖലീഫയ്ക്കെതിരിൽ ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന ആ അപരാധങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. എന്തെല്ലാമാണ് അങ്ങയുടെ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നത്? ആ അപവാദങ്ങൾക്കും ആ കുപ്രചരണങ്ങൾക്കും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായ മറുപടി പറയുകയുണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഈ മറുപടികൾ ഇസ്ലാമിക ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരൊറ്റ ഗ്രന്ഥത്തിലും ഈ വരികൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ സംബന്ധിച്ച് ശത്രുക്കൾക്ക് പറയാനുണ്ടായിരുന്ന ഒന്നാമത്തെ ആരോപണം അത്തംത സ്വലാത്തിൽ ഹജ്ജ് ഫിൽ മുസ്ദലിഫ. മുസ്ദലിഫയിൽ വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുന്നതിന് പകരമായി താങ്കൾ 4 റക്അത്ത് പൂർണ്ണമാക്കി നമസ്കരിച്ചു എന്നതാണ് അവർ ആദ്യമായി ഉന്നയിച്ച ആരോപണം. ഖലീഫ വളരെ വ്യക്തമായി അതിന് മറുപടി പറഞ്ഞു, അലാ ഇന്നി ഖദിംതു ബലദൻ വഫീഹി അഹ്ലി ഫഅത്മംതു. ഞാൻ എന്റെ ഭാര്യ താമസിക്കുന്നത് മുസ്ദലിഫയിലാണ്. ഖലീഫയ്ക്ക് മുസ്ദലിഫയിൽ ഒരു വീടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ മുസ്ദലിഫയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ ഖലീഫ വിവാഹം കഴിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഹജ്ജിന് വന്നത് മുസ്ദലിഫയിൽ നിന്നാണ്. അദ്ദേഹം തനിക്കെതിരെയുള്ള അപരാധത്തിന് മറുപടി പറഞ്ഞു, ഞാൻ ഹജ്ജിന് വന്നത് മുസ്ദലിഫയിൽ നിന്നാണ്. അതുകൊണ്ട് മുസ്ദലിഫക്കാരൻ എന്ന നിലയിലാണ് ഞാൻ 2 റക്അത്ത് നമസ്കരിക്കാതെ 4 റക്അത്ത് പൂർത്തീകരിച്ച് നമസ്കരിച്ചത്. മാത്രമല്ല രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് ഗ്രാമീണരായ ആളുകൾ ആ കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. പുതിയ പുതിയ ആളുകൾ ഇസ്ലാമിലേക്ക് വരുമ്പോൾ മാത്രമല്ല ഖലീഫയ്ക്കൊപ്പം അവർ ഹജ്ജിനും വന്നിരിക്കുന്നു. ഹജ്ജിന് വന്ന ഈ സാഹചര്യത്തിൽ അവരാദ്യമായിട്ടാണ് ഖലീഫയുടെ നമസ്കാരം കാണുന്നത്. അവർ ഖലീഫയിൽ നിന്ന് നമസ്കാരം കാണുമ്പോൾ ഖലീഫ ഓരോ വക്തിനും 2 റക്അത്ത് നമസ്കരിച്ചാൽ ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുന്നു, അസർ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഇശ 2 റക്അത്ത് നമസ്കരിക്കുന്നതായി കണ്ടാൽ ഈ ബദുക്കളായ ഗ്രാമീണരായ ആളുകൾ ധരിക്കാൻ സാധ്യതയുണ്ട് ഇശ 2 ഉള്ളു, ളുഹർ 2 ഉള്ളു, അസർ 2 ഉള്ളു എന്ന് അവർ ധരിക്കാൻ കാരണമാകും. അതുകൊണ്ടാണ് ഞാൻ 4 തികച്ചും നമസ്കരിച്ചത്. മാത്രമല്ല ഖലീഫ ഇങ്ങനെ 4 റക്അത്ത് നമസ്കരിച്ച സമയത്ത് ഗ്രാമീണരായ ചില ആളുകൾ ഖലീഫയോട് പറയുകയുണ്ടായി, കഴിഞ്ഞ ഹജ്ജിന്റെ സമയത്ത് താങ്കൾ 2 റക്അത്ത് നമസ്കരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അതുകൊണ്ട് അന്നു മുതൽ ഇന്നോളം ഞങ്ങൾ 2 റക്അത്ത് മാത്രമാണ് എല്ലാ വക്തിലും നമസ്കരിച്ചിട്ടുള്ളത് എന്ന് അവർ എടുത്തു പറയുക കൂടി ഉണ്ടായി എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം. അതുകൊണ്ട് ഖലീഫയുടെ ഇജ്തിഹാദാണ് ഈ വിഷയം. ഈ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ നിവേദനങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഖലീഫയ്ക്കെതിരിൽ ശത്രുക്കൾ ഉന്നയിച്ച മറ്റൊരു ആരോപണം, അദ്ദേഹത്തിനോട് താങ്കൾ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്നു. വലിയ പണക്കാരനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിൽ സമ്പത്ത് ആവശ്യമുള്ള സാഹചര്യത്തിൽ ആരും സഹായിക്കാനില്ലാത്ത ആ ദിവസത്തിൽ തന്റെ എല്ലാ സമ്പത്തും കൊടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സൈന്യത്തിന് തയ്യാറാക്കാനുള്ള എല്ലാ വിഭവവും മനസ്സറിഞ്ഞുകൊണ്ട് നൽകി സഹായിച്ച വ്യക്തിയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഖലീഫ ആരോപണത്തിന് മറുപടി പറഞ്ഞു, വഅന അക്സറുൽ അറബി ബഈറൻ, അറബികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആടും കുതിരയും ഉണ്ടായിരുന്നത് എനിക്കായിരുന്നു. അതുപോലെ തന്നെ അറബികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആടുകൾ ഉണ്ടായിരുന്നതും എനിക്കായിരുന്നു. ഇത് കേട്ടപ്പോൾ അനുയായികൾ പറഞ്ഞു, അതെ, അത് തന്നെയാണ് സത്യം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജയ്ഷുൽ ഉസ്റയെ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനല്ലേ എന്റെ സമ്പത്തെല്ലാം നൽകിയത്. ആ മദീനയിലെ പള്ളിയിലുണ്ടായിരുന്ന ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, അല്ലാഹുമ്മ നഅം, അല്ലയോ ഖലീഫ, താങ്കൾ പറയുന്നതാണ് സത്യം, താങ്കൾ വലിയ പണക്കാരൻ തന്നെയാണ്, താങ്കൾ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചത്. അതുപോലെ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി കിണറ്റിലെ വെള്ളവും വാങ്ങി നൽകിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പത്ത് ഉപയോഗിച്ചിട്ടായിരുന്നു. ഈ സമയത്തും ശത്രുക്കൾക്ക് പറയാനുണ്ടായിരുന്നത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വലിയ സമ്പന്നനാണ്,
ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബിസിനസ് നടത്തുന്നു എന്നതാണ്. ഈ ആരോപണങ്ങൾ സയ്യിദ് ഖുത്ബിന്റെ പുസ്തകത്തിലും മൗദൂദിയുടെ ഗ്രന്ഥത്തിലും അലി ശരീഅത്തിന്റെ രക്തസാക്ഷ്യത്തിലും താഹ ഹുസൈന്റെ ചില രചനകളിലും നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായി അവർ പറഞ്ഞത് വിശുദ്ധ ഖുർആൻ ഒരു പുസ്തകമായിരുന്നു. വിശുദ്ധ ഖുർആൻ പല ഗ്രന്ഥങ്ങളിലായിരുന്നു. താങ്കൾ അതൊരൊറ്റ പുസ്തകമാക്കി മാറ്റി. അതൊരു ബിദ്അത്താണ്, അതൊരു പുതിയ പ്രവണതയാണ് താങ്കൾ ചെയ്തത്. മൂന്നാമത്തെ ആരോപണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരിക്കലും ഞാൻ പുതുതായി ഒരു കാര്യം ചെയ്തിട്ടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം അനുസരിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് വിശുദ്ധ ഖുർആനിനെ ആദ്യമായി ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ മറുപടിയാണിത്. ഞാൻ ഒരിക്കലും പുതുതായി ഒരു കാര്യം ചെയ്തിട്ടില്ല, മറിച്ച് എന്റെ മുൻഗാമികളായ ഉമറും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു തആല അൻഹുമാ അവർ രണ്ടുപേരും ഇതേ നടപടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഏകീകരിക്കുന്നതിന് വേണ്ടി ഒരടിസ്ഥാന ഗ്രന്ഥം, വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രതി സ്വീകരിച്ചത് എന്റെ മുൻഗാമിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ നിന്നാണ്, ഹഫ്സ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. നമുക്കറിയാം, ലോകത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലേക്കും സൈനിക നടപടിയുമായി കടന്നുപോയ പല സഹാബികളും സേനാ നായകന്മാരും അർമീനിയ പോലുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ അവിടെ വെച്ച് ജനങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ പേരിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഏർപ്പെടുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ സമയത്ത് അവർ അർമീനിയ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും മടങ്ങി വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറയുകയുണ്ടായി, അല്ലയോ ഖലീഫ, യഹൂദികൾക്കും നസ്രാനികൾക്കും സംഭവിച്ചതുപോലുള്ള ഒരു പതനം ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് സംഭവിക്കാൻ പാടില്ല. ചില ആളുകൾ പറയുന്നു, എന്റെ പാരായണമാണ് ഏറ്റവും നല്ലത്, നിന്റെ പാരായണത്തിനേക്കാളും എന്റെ പാരായണമാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ തർക്കിക്ക പോലും ഉണ്ടായി എന്ന സംഭവം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഈ സമയത്ത് പാരായണം ഏകീകരിക്കുന്നതിന് വേണ്ടി തന്റെ മുൻഗാമിയായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബിന്റെ കുടുംബത്തിൽ നിന്നും ഹഫ്സയുടെ കയ്യിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ ഒരു കോപ്പി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആളിനെ വിട്ട് വാങ്ങിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സെയ്ദ് ബിൻ സാബിത്ത് ഉൾപ്പെടെയുള്ള 4-5 സഹാബികളെ കൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ കോപ്പി എഴുതി തയ്യാറാക്കുകയും എല്ലാ രാജ്യങ്ങളിലേക്കും ആ കോപ്പി അയച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വളരെ വ്യക്തമായി അറിയാം, രണ്ടാം ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സംഭവം തന്നെ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാത്രമല്ല വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അത് ഗ്രന്ഥരൂപത്തിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, പരാമർശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നു, യത്ലൂ സുഹഫൻ മുതഹ്ഹറ, റസൂലുൻ മിനല്ലാഹി യത്ലൂ സുഹഫൻ മുതഹ്ഹറ, പരിശുദ്ധമായ ഒരു വേദഗ്രന്ഥം പാരായണം ചെയ്യുന്ന ഒരു പ്രവാചകൻ നിങ്ങൾക്കിടയിലുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകൾ പോലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖലീഫ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു പുതിയ നടപടി ചെയ്തിട്ടില്ല. പിന്നെയും അവർക്ക് ഖലീഫയെ സംബന്ധിച്ച് ആരോപണങ്ങൾ പറയാനുണ്ടായിരുന്നു. താങ്കൾ പ്രായം കുറഞ്ഞ ചെറിയ ചെറിയ കുട്ടികളെ ഉന്നതമായ സ്ഥാനമാനങ്ങളിൽ നിയോഗിച്ചു. ഈ ആരോപണത്തിനും അമീറുൽ മുഅ്മിനീൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കേവലം 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഉസാമയെ സൈന്യത്തിന്റെ നായകനായി നിയോഗിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങിയത്. മാത്രമല്ല, കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമ സൈന്യത്തിന്റെ നേതാവായി കടന്നു വരുമ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമർ ഇബ്നു ഖത്താബ് ഉണ്ട്, അലിയാരുണ്ട്, ഹംസത്തുണ്ട്, അതുപോലെയുള്ള പല പല നേതാക്കന്മാരുമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു ഇല്ല, പല പല ഉന്നതന്മാരായ നേതാക്കന്മാരും ജീവിച്ചിരിക്കുമ്പോഴാണ് കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേതാവാക്കിയത്. മാത്രമല്ല, എന്റെ മുൻഗാമിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഷൂറ കൗൺസിലിലേക്ക് ഒരുപാട് പ്രായമൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ
തന്റെ ഷൂറ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കുകയുണ്ടായി. അന്ന് പ്രമുഖന്മാരായ പല പണ്ഡിതന്മാരും ജീവിച്ചിരുന്നുമുണ്ട്. ഒരിക്കലും പ്രായക്കുറവോ അല്ലെങ്കിൽ കുടുംബ മാഹാത്മ്യമോ ഈ വിഷയത്തിൽ ഒരു ബാധകമല്ല എന്ന് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞു. മാത്രമല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതകാലത്ത് അബസ എന്ന് പേരുള്ള ഒരു അടിമയെ ഒരു പ്രദേശത്ത് അധികാരം നൽകിയിട്ട് മദീനയിലേക്ക് കടന്നു വന്ന തന്റെ ഗവർണറെ സംബന്ധിച്ച് ആരാണ് അബസ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോൾ തന്റെ ഗവർണർ പറഞ്ഞ മറുപടി അദ്ദേഹം ഒരു അടിമയാണ്. അപ്പോൾ ഉമറിന്റെ ചോദ്യം, താങ്കൾ എങ്ങനെയാണ് ഒരു അടിമയെ അവിടെ സ്ഥാനം നൽകിയത്, ഒരു പകരക്കാരനാക്കിയത്? അപ്പോൾ ഗവർണർ പറഞ്ഞത്, കിതാബുല്ലാഹിയുടെ വിഷയത്തിൽ ഏറ്റവും വലിയ അറിവുള്ള വ്യക്തിയാണ് ഞാൻ അവിടെ താൽക്കാലികമായി ചാർജ് നൽകിയിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ്, എന്റെ മുൻഗാമിയായ ഉമർ ഇബ്നുൽ ഖത്താബ് ആ സംഭവത്തിനെ അംഗീകരിച്ചു എന്നും ശത്രുക്കൾക്കുള്ള ആരോപണത്തിന് മറുപടിയായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അബൂസറഹിന് തന്റെ സമ്പത്തിൽ നിന്നും വഴിവിട്ട് ചിലവഴിച്ചു എന്ന ആരോപണവും ശത്രുക്കൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ആരോപിച്ചു. സയ്യിദ് ഖുത്ബിന്റെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, അബൂസറഹിന് സമ്പത്ത് വാരിക്കോരി നൽകി. സയ്യിദ് മൗദൂദിയും പറഞ്ഞു, അലി ശരീഅത്തിയും പറഞ്ഞു, താഹ ഹുസൈനും പറയുന്നു, അബൂസറഹ് എന്ന വ്യക്തിക്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരുപാട് സമ്പത്ത് വാരിക്കോരി നൽകി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിലും കൃത്യമായി മറുപടി പറഞ്ഞു. ഉറ്റവരെന്ന ഉടയവരെന്ന ഭാവഭേദമന്യേ എന്റെ മുൻഗാമികളും അർഹതപ്പെട്ട ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അവർ അത് കുടുംബബന്ധം നോക്കിയിട്ടല്ല, മറിച്ച് അർഹതയുടെ അടിസ്ഥാനത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്ന ഒരുപാട് ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഈ ആരോപണങ്ങൾക്കും വളരെ കൃത്യമായി മറുപടി പറയുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിൽ ശത്രുക്കൾ ഏറെ വിവാദമായി ഉന്നയിച്ചിട്ടുള്ള 4-5 പോയിന്റുകൾ മാത്രമാണ് താൽക്കാലികമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തനിക്കെതിരിൽ ആരോപണം ഉന്നയിച്ച ഖവാരിജികൾക്ക് എതിരിൽ വളരെ കൃത്യമായി മറുപടി പറഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ കൃത്യമായ തങ്കലിപികളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ദീനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കടന്നു വന്ന കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമി, അറബ് രാജ്യങ്ങളിലാണെങ്കിൽ അത് ഇഖ്വാനുൽ മുസ്ലിമൂൻ, അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലാണെങ്കിൽ അത് ഖവാരിജികൾ, ഇറാൻ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ ഷിയാക്കൾ, ഇസ്ലാമിന്റെ പ്രമുഖന്മാരായ സഹാബികളെ താറടിക്കുന്നതിന് വേണ്ടി ഇത്തരം സ്ഖലിതങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രമുഖന്മാരായ സഹാബികളെ സംബന്ധിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഉമർ ഇബ്നുൽ ഖത്താബ് ഷഹീദാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ഷഹീദാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷ്യത്തിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അദ്ദേഹം മഗ്ലൂമായി ഷഹീദാകുമെന്ന കാര്യം വളരെ വ്യക്തമായി എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം നിരപരാധിയായിരിക്കും. ആ നിരപരാധിയായിരിക്കെ അദ്ദേഹം രക്തസാക്ഷ്യം വഹിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരുപാട് നിവേദനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രവാചകന്റെ പുത്രി ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മുടി ചീകിക്കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മകളോട് പറയുകയാണ്, നിന്റെ മാപ്പിളയെ നീ നല്ല നിലയിൽ പരിചരിക്കുക. അദ്ദേഹം അശ്ബഹു മിന്നി ഖുലുഖൻ, സ്വഭാവത്തിന്റെ വിഷയത്തിൽ എന്നോട് ഏറ്റവും അധികം സാദൃശ്യനാണ് നിന്റെ മാപ്പിള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ സർട്ടിഫിക്കറ്റ്. അവസാനമായി സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബുവത്തിന്റെ പ്രാരംഭ ദിശയിൽ ശത്രുക്കളിൽ നിന്നും ഏറ്റവും അധികം ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
പ്രിയപ്പെട്ട 2 പെൺമക്കളെ ആ നുബുവത്തിന്റെ കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ എഗ്രിമെന്റ് ചെയ്തത്, വിവാഹം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വാക്കുറപ്പിച്ചിരുന്നത് ഇസ്ലാമിന്റെ ശത്രുവായ അബൂലഹബായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കയിലെ ഖുറൈശികളോട് ആദ്യമായി തൗഹീദിന്റെ വചനങ്ങൾ ഉരുവിട്ടപ്പോൾ അബൂലഹബ് ഇത് കേട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശപിച്ചു. തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം, നിനക്ക് നാശം എന്ന് പറഞ്ഞു. ആ സമയത്ത് അബൂലഹബിനെയും അയാളുടെ ഭാര്യയ്ക്കും നാശം, അവരെ ഇരുവരെയും ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മസദ് എന്ന അധ്യായം അവതരിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട 2 പെൺമക്കൾ, ഒന്ന് റുഖിയ, മറ്റേത് ഉമ്മു കുൽസൂം. ഈ 2 പെൺമക്കളെയും ഈ അബൂലഹബിന്റെ 2 ആൺമക്കളായ ഉത്ബയും അതുപോലെ തന്നെ ഉതൈബയും നിക്കാഹ് ചെയ്ത് വെച്ചിരിക്കുന്ന, വാക്ക് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സൂറത്തുൽ മസദ് അവതരിച്ചത്. ഈ സമയത്ത് അബൂജഹലിനെയും ഭാര്യയെയും ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മസദ് അവതരിച്ചപ്പോൾ അബൂജഹലിന്റെ ഭാര്യ, അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺമക്കളെയും തലാഖ് ചെല്ലാൻ 2 ആൺമക്കളെയും ഉപദേശിച്ചു. ഉമ്മയുടെയും വാപ്പയുടെയും നിർബന്ധത്തിന് വഴങ്ങി 2 ആൺമക്കളും, അബൂലഹബിന്റെ 2 ആൺമക്കളും ഉത്ബയും ഉതൈബയും റുഖിയയെയും ഉമ്മു കുൽസൂമിനെയും തലാഖ് ചൊല്ലി. ഈ സമയത്താണ് ബൈത്തുൻ നബുവയുടെ ഇസ്സത്ത് സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ തീരുമാനം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കളെ പിന്നീട് വിവാഹം കഴിക്കുന്നത്. ആദ്യത്തെ മകളെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. ആ മകൾ മരിച്ചു. രണ്ടാമത്തെ മകളെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ചു. ആ മകളും മരിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അറിയപ്പെടുന്നത് ദുന്നൂറൈൻ എന്ന പേരിലാണ്, 2 പ്രകാശങ്ങളുടെ ഉടമ എന്ന പേരിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് 3ാമതായി ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ മകളെയും ഞാൻ ഉസ്മാനിന് വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു റളിയല്ലാഹു അൻഹു. ഇത്രത്തോളം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടാണ് ഒരിക്കലും സമാനതകളില്ലാത്ത നിലയിൽ അപരാധങ്ങൾ, അപവാദങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന വസ്തുത നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ പ്രചാരണത്തിന് പിന്നിൽ മുൻകൈയെടുത്ത ഏതെല്ലാം പണ്ഡിതന്മാരുണ്ടോ, സഹാബികളുണ്ടോ, അവരെ തിരഞ്ഞു പിടിച്ച് ആക്ഷേപിക്കുക എന്നുള്ളത് ഈ റാഫിളികളുടെയും ഷിയ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ ചരിത്രകാരന്മാരുടെയും ഒരു പാരമ്പര്യമാണ്. സുൽത്താൻ സലാഹുദ്ദീൻ അൽ അയ്യൂബിയിൽ നിന്നും കുരിശ് യുദ്ധത്തിൽ ഏറ്റ ആ ഒരു പരാജയം, അതിന് പകരം വീടാൻ വേണ്ടി ഏതെല്ലാം അവസരങ്ങൾ കിട്ടുമോ അതെല്ലാം തന്നെ യൂറോപ്യന്മാർ, യഹൂദന്മാരും നസ്രാനികളും വിനിയോഗിക്കും. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ ഈ കാണുന്ന 114 അധ്യായമല്ല, അതിൽ അലിയാനെ സംബന്ധിച്ചും ഹസനിനെ സംബന്ധിച്ചും ഹുസൈനിനെ സംബന്ധിച്ചും ചില അധ്യായങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് ചില അധ്യായങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ സഹാബികളൊക്കെ അതിൽ നിന്നും കൂട്ടിമാറ്റിയിരിക്കുന്നു, മുറിച്ചു മാറ്റിയിരിക്കുന്നു എന്ന അപവാദവുമായി നടക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. മുസഹഫ് ഫാത്തിമ എന്ന പേരിൽ ഒരു മുസഹഫ് ഉണ്ടായിരുന്നു. ആ മുസഹഫിന് ഇന്ന് കാണുന്ന ഖുർആനിന്റെ 3 ഇരട്ടി വലിപ്പമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നവരാണ് ഷിയാക്കൾ. അത്തരം ഷിയ ചരിത്രകാരന്മാരാണ് ഇത്തരം അപവാദങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. ജയ്ഷുൽ ഉസ്റയെ തയ്യാറാക്കിയ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറഞ്ഞു, ഇന്നേ ദിവസം മുതൽ ഇന്നേ ദിവസത്തിൽ താങ്കൾക്ക് ഇനി ഒന്നും പ്രശ്നമല്ല, താങ്കൾക്ക് ഇനി ഒന്നും പ്രശ്നമല്ല. ഈ പറഞ്ഞ ഹദീസിന്റെ ആശയം വളരെ വ്യക്തമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അപരാധങ്ങളും ഈ ജയ്ഷുൽ ഉസ്റയെ തയ്യാറാക്കാൻ വേണ്ടി നൽകിയ ആ സംഭാവനയോടുകൂടി അള്ളാഹു പുറത്തിരിക്കുന്നു എന്ന ഒരു സന്ദേശമാണ് ആ ഹദീസിൽ ഉള്ളത് എന്ന് ഹദീസ് പണ്ഡിതന്മാർ
നിവേദനം ചെയ്യുന്നതായി വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നന്മയുടെ വക്താക്കളായി നമ്മെ ഏവരെയും പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ നാം ശബ്ദമുയർത്തുന്നത്, ആരുടെ അഭിമാനത്തിന് വേണ്ടിയാണോ നാം സംസാരിക്കുന്നത്, ആ ഉത്തമരിൽ അത്യുത്തമരായ മഹോന്നതന്മാരായ വിഭാഗത്തിനൊപ്പം ഉന്നതമായ ഫിർദൗസുൽ അഅല എന്ന സ്വർഗ്ഗരാജ്യത്തിൽ സന്ധിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ആദർശ ബന്ധുക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കന്മാർ, ദീനിനു വേണ്ടി ദഅവത്ത് നിർവഹിക്കുന്ന ദാഇമാർ, എല്ലാവർക്കും അള്ളാഹു ഇരു ലോകത്തും സകല അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ